സർജറിയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 4ാമത്തെ പാരഗ്രാഫിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കത്തോലിക്ക സഭയിലെ മതബോധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം പഠിപ്പിക്കുക മാത്രമല്ല, ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി വളരുക എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ പുതിയൊരു ജീവൻ ഉണ്ടാകുന്നതിനും അവിടുന്ന് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് കത്തോലിക്ക സഭ മതബോധനം വിഭാവനം ചെയ്തിരിക്കുന്നത്. മതബോധനത്തിലൂടെ ഓരോരുത്തരും കൂടുതൽ വിശ്വാസത്തിലേക്ക് അടുക്കുകയും ഇങ്ങനെ വിശ്വാസത്തിലേക്ക് അടുക്കുക വഴി ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. ദൈവവചനവും സഭയുടെ പഠനങ്ങളും അനുസരിച്ച് ദൈനംദിന ജീവിതം വ്യക്തികളെ എങ്ങനെ പരിശീലിപ്പിക്കാമെന്ന് പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെ, കൂദാശകളിലൂടെ, സ്നേഹപ്രവർത്തികളിലൂടെ. ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ പടുത്തുയർത്തുക എന്നതാണ് മതബോധനത്തിലൂടെ കത്തോലിക്ക സഭ ലക്ഷ്യം വയ്ക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിച്ചതുപോലെ സഭ എന്നാൽ കേവലം ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു കെട്ടിടമോ മാത്രമല്ല. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം ഓരോരുത്തരും ആ ശരീരത്തിലെ അവയവങ്ങളുമാണ്. കത്തോലിക്ക സഭ മതബോധനത്തിലൂടെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. കേവലം മതം പഠിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമല്ല മതബോധനത്തിലൂടെ കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വാസത്തിൽ വളർന്ന് ക്രിസ്തുവാകുന്ന മാർഗത്തിൽ ചരിക്കുക എന്നതാണ് മതബോധനത്തിന്റെ ലക്ഷ്യം.